ചതിയനായ മന്ത്രി. ഒരിടത്ത് വളരെയേറെ ധർമ്മിഷ്ഠനും സൽക്കാരപ്രിയനുമായ ഒരു രാജാവുണ്ടായിരുന്നു. ദേശാടനത്തിനിടയിൽ രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിക്കാനിടയായ ഒരു സിദ്ധൻ സന്തോഷസൂചകമായി രാജാവിനും മന്ത്രിക്കും ഒരു അത്ഭുതവിദ്യ ഉപദേശിച്ചു. സ്വന്തം ശരീരം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും മൃതശരീരത്തിൽ കടന്നുകൂടാനും തിരികെ വരാനുമുള്ള വിദ്യ. ഒരു നാൾ രാജാവും മന്ത്രിയും കൂടി നായാട്ടിനായി കാട്ടിലെത്തി. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന തത്തയുടെ ശവശരീരം കണ്ടപ്പോൾ രാജാവിന് ഒരു മോഹം തോന്നി. സിദ്ധൻ പഠിപ്പിച്ച മാന്ത്രിക വിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? രാജാവ് സ്വന്തം ശരീരം ഉപേക്ഷിച്ച് തത്തയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. രാജാവിൻ്റെ ശരീരം ചലനമറ്റ് താഴെ വീണതും ചതിയനായ മന്ത്രി തൻ്റെ ശരീരം ഉപേക്ഷിച്ച് രാജാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു. ജീവനറ്റ തൻ്റെ ശരീരം തുണ്ടം തുണ്ടമായി മുറിച്ചിട്ട ശേഷം രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. മന്ത്രിയുടെ വഞ്ചന കണ്ട രാജാവ് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. തത്തയുടെ രൂപത്തിൽ തൻ്റെ നില ഭദ്രമല്ലെന്നു കണ്ട രാജാവ് മാന്ത്രിക വിദ്യ ഉപദേശിച്ച സിദ്ധൻ്റെ ആശ്രമത്തിലേക്ക് പറന്നു. കൊട്ടാരത്തിൽ ചെന്ന മന്ത്രി രാജ്യത്തെ തത്തകളെയെല്ലാം പിടികൂടി കൊന്നുകളയാൻ ഉത്തരവും ഇറക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മന്ത്രി കുറെ പടയാളികളുമായി നായാട്ടിനിറങ്ങി. അവർ സുന്ദരനായ ഒരു മാനിനെ കണ്ടു. മാനിനെ റാണിമാർക്ക് സമ്മാനിക്കണമെന്ന് മന്ത്രിക്ക് മോഹം തോന്നി. മാനിനെ പിടിക്കാൻ അയാൾ പടയാളികളെ ചട്ടം കെട്ടി. പക്ഷേ ഞൊടിയിടയിൽ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മാൻ കാട്ടിനുള്ളിലേക്ക് പാഞ്ഞു. മന്ത്രി പടയാളികളുമായി മാനിനെ പിന്തുടർന്നു. ഓടിത്തളർന്ന സംഘം അല്പം വിശ്രമിക്കാനായി ഒരു മരത്തണലിലെത്തി. അവിടെ ഇരുന്ന മന്ത്രി അല്പമകലെ ഒരു കരടി ചത്തുകിടക്കുന്നതായി കണ്ടു. ഉടനെ തന്നെ അയാൾക്കൊരു ബുദ്ധി തോന്നി. ശരീരം ഉപേക്ഷിച്ച് മന്ത്രി കരടിയിൽ കുടിയേറി. കരടിയുടെ രൂപത്തിൽ മാനിന്റെ പുറകെ പാഞ്ഞു. ആശ്രമത്തിലിരുന്നു സിദ്ധൻ ജ്ഞാനദൃഷ്ടിയിലൂടെ എല്ലാ സംഭവങ്ങളും അറിയുന്നുണ്ടായിരുന്നു. സിദ്ധൻ രാജാവിനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ അങ്ങ് കാട്ടിലേക്ക് പോകണം. നഷ്ടപ്പെട്ട ശരീരവും സാമ്രാജ്യവും തിരിച്ചു പിടിക്കാനുള്ള അവസരമായി. ഇത് കേട്ട മാത്രയിൽ തത്തയുടെ രൂപത്തിൽ തന്നെ രാജാവ് കാട്ടിലെത്തി. മന്ത്രി ഉപേക്ഷിച്ച് തൻ്റെ ശരീരത്തിൽ കയറിപ്പറ്റി. വഞ്ചകനായ നിനക്ക് മരണം മാത്രമാണ് ശിക്ഷ. കരടിയുടെ രൂപത്തിൽ നിൽക്കുന്ന മന്ത്രിയോട് രാജാവ് കോപത്തോടെ അലറി. കരടിയെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ തൽക്ഷണം വെട്ടിക്കൊല്ലുകയും ചെയ്തു. ചതിയനായ മന്ത്രിയുടെ കഥ അങ്ങനെ കഴിഞ്ഞു.